നമ്മളിനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. ആം ആദ്മി പാർട്ടിയെ വീണ്ടും കുരുക്കിലാക്കി CAGയുടെ റിപ്പോർട്ട്. ഡൽഹി മദ്യനയത്തിൽ 2000-ലധികം കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നയം നടപ്പാക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും കൈക്കൂലി പണം ആം ആദ്മി പാർട്ടി നേതാക്കൾ കൈപ്പറ്റിയെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. നിതിൻ അംബുജനാണ് ചേരുന്നത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. നിതിൻ, റിപ്പോർട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു? ഗൗരവമേറിയ പരാതി വീണ്ടും ഉയരുന്നു. സ്മിത, എന്തായാലും ആം ആദ്മി സർക്കാരിനെ സംബന്ധിച്ച് വലിയ കുരുക്കിലാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു മദ്യനയ അഴിമതി ബന്ധപ്പെട്ട CAG റിപ്പോർട്ട് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ കുരുക്കിലാക്കിയിരിക്കുന്നത്. ചില പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായി CAG ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഡൽഹി മദ്യനയത്തിൽ 2000-ലധികം കോടി രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടായിട്ടുണ്ട്. നയം നടപ്പാക്കുന്നതിൽ വീഴ്ച പറ്റി. അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി നേതാക്കൾ ഈ പണം, അതായത് കോഴപ്പണം കൈപ്പറ്റിയെന്നും ഈ ഒരു CAG റിപ്പോർട്ടിൽ പറയുന്നു. പരാതികൾ ഉയർന്നിട്ടും ലേലം നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയി. ലൈസൻസ് നൽകുന്നതിലെ നയം ലംഘിച്ചു. വില നിർണ്ണയത്തിൽ സുതാര്യമില്ലായിരുന്നു. സുപ്രധാന തീരുമാനത്തിൽ മന്ത്രിസഭയുടെയോ അല്ല ലഫ്റ്റനന്റ് ഗവർണറുടെയോ ഒരു അനുമതി തേടിയില്ല എന്നും ഇപ്പോൾ ഈ ഒരു CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വില നിർണ്ണയത്തിലെ സുതാര്യത, ഗണ്യമായ അഭാവം അതെല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നഗരത്തിലുടനീളം മദ്യശാലകളുടെ തുല്യമായ വിതരണം കൈവരിക്കുന്നതിൽ ഉദ്ദേശിച്ച നയം അല്ലെങ്കിൽ ഉദ്ദേശിച്ച ഒരു വരുമാനം എന്തായാലും സർക്കാരിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു അടിമുടി ഈ മദ്യനയം അത് തെറ്റായിരുന്നു എന്ന് തന്നെ തെളിയിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ എന്തായാലും വന്നിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഒരു CAG റിപ്പോർട്ടിൽ ആം ആദ്മി സർക്കാർ വലിയ കുരുക്കിലായിരുന്നു. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ ഭവനം അത് മോഡി പിടിപ്പിച്ചു ബന്ധപ്പെട്ട് ഏതാണ്ട് 40 കോടി രൂപയുടെ കണ്ടെത്തൽ CAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ മദ്യനയ അഴിമതി കേസിലെ ഈ ഒരു CAG റിപ്പോർട്ട് വന്നിരിക്കുന്നത്. 2000-ലധികം കോടി രൂപയുടെ ഒരു പൊതുഖജനാവിൽ നിന്ന് നഷ്ടമുണ്ടായി എന്ന് പറയുമ്പോൾ അതിലെല്ലാം തന്നെ ആം ആദ്മി സർക്കാർ വലിയ തരത്തിലൊരു മറുപടി പറയേണ്ട സാഹചര്യമുണ്ടായി. എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ആം ആദ്മി പാർട്ടി MP സഞ്ജയ് സിംഗ് നൽകിയിട്ടുണ്ട്. നേരത്തെ CAG റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടില്ല എന്നൊരു വിമർശനമാണ് BJP ഉന്നയിച്ചെങ്കിൽ ഇപ്പോൾ CAG റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട്. പക്ഷേ ഈ BJP നേതാക്കളുടെ മാനസികാവസ്ഥ പരിശോധിക്കണം എന്നൊരു പ്രതികരണം എന്തായാലും ഇപ്പോൾ ആം ആദ്മി പാർട്ടി നൽകിയിരിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ടിനെ പ്രതിരോധിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. പക്ഷേ മദ്യനയ അഴിമതി അതോടൊപ്പം തന്നെ മറ്റ് CAG റിപ്പോർട്ടുകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടി ആം ആദ്മി പാർട്ടിക്കെതിരെ പ്രചാരണം ശക്തമാക്കാൻ BJP തീരുമാനിച്ചിട്ടുണ്ട്. ഡൽഹി മദ്യനയത്തിൽ 2000 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. നേതാക്കൾ കൈക്കൂലി കൈപ്പറ്റിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.